2 ആയി. അപ്പോൾ നമുക്കിന്ന് മാക്സിമം ജയിക്കാൻ നോക്കണം. നമ്മൾ ജയിച്ചാ വന്നത് ജയിച്ച്. വേറെ റൗണ്ട് കേട്ടോ, കഴിഞ്ഞ പ്രാവശ്യത്തെ റൗണ്ടല്ല. ഓക്കെ, ഇത് വീണ്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ഈ വീഡിയോസ് നിങ്ങൾ ലൈക്കും ചെയ്തിട്ടേ കാണാമുള്ളൂ. അപ്പോൾ നമുക്ക് കളിക്കാം. ബോംബിട്ട് നമ്മൾ ഒരുത്തിനെ കൊന്ന്. ഇനി 2 എണ്ണം കൂടിയേ ഉള്ളൂ. ഇത് ഞാൻ കണ്ടു. ഇങ്ങനെ വരുമ്പോൾ ഈ റൗണ്ട് ജയിച്ചു. 2 റൗണ്ട് നമ്മൾ ജയിച്ചു. നമ്മളൊരു തന്നെ 2 പേരെ കൊന്നു ഗൈസ്. അപ്പോൾ പാർട്ട് 1 കാണാത്തവർ കണ്ടിട്ട് വരിക. അതിൽ നമ്മൾ കുറേ പ്രാവശ്യം ജയിച്ചു. കുറേ പ്രാവശ്യമല്ല, 2 റൗണ്ട് ഞാൻ കളിച്ചു. അതിൽ നമ്മൾ ജയിക്കുകയും ചെയ്തു. 3 റൗണ്ട് കളിച്ചെന്നാണ് തോന്നുന്നത്. ഓക്കെ, മറന്നുപോയി. ഓക്കെ, നമുക്ക് ഇവന്മാരൊക്കെ കൊല്ലാം. നമ്മുടെ കൂടെ ഇല്ലാത്ത ബോംബെടുത്ത് എറിഞ്ഞു. അവൻ്റെ നേരെ ബോംബ്. നമ്മളൊരുത്തനെ കൊന്ന് ബോംബ് എറിഞ്ഞ്. നമ്മൾ അടുത്ത റൗണ്ടിലോട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 2 കൊല്ലം കൊണ്ട് മതിട്ടോ ജയിക്കാൻ. ബോംബെടുത്ത് എറിഞ്ഞോ. ഓക്കെ, ഇനി നമുക്ക് പുറകിൽ കൂടെ പോയി അടിക്കാം. മിസൈല് ചാടാ. നമ്മൾ ജയിച്ച്. നമ്മൾ ഒരാളെ പോലും കൊന്നില്ല. ആ മിസൈലുള്ളവരെ പോലും ഈസി ആയിരുന്ന. നമുക്കിനി ഒറ്റൊരു പോയിന്റും കൂടി കിട്ടിയാൽ മതി. ആമാർക്ക് 0 അവസാനം എത്തുമ്പോൾ ചതുക്കിൽ വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ജയിക്കും എന്ന് ഞാൻ പറയും. പറഞ്ഞു ഈ പൊട്ടനെ കളിക്കാൻ ഒറ്റൊരുത്തനും കൂടെ ഉള്ളു. എന്ത് മച്ചന്. നമ്മള് ലോസ്റ്റായി. ഞാനായിരുന്നു വെച്ചാൽ അവസാനത്തെ ആള്. കുഴപ്പമില്ല. ഞാൻ പറഞ്ഞ വാക്ക് പാലിച്ചോ എന്നൊരു സംശയം. കാര്യം ഇതാണ് ഈ ഗെയിം കളിക്കുമ്പോഴത്തേക്കുള്ള പ്രത്യേകത. അയ്യോ, പെട്ട്. ഇല്ല പെട്ടില്ല. എറിഞ്ഞോ? അങ്ങോട്ട് എറിഞ്ഞിട്ടുണ്ട്. ആരുടെ ദേഹത്തോയി വീണിട്ടുമുണ്ട്. നമ്മളെ വെടിവെക്കുന്നു. ഇപ്പൊ ചത്തേന്. വങ്കപ്പാടെ നമ്മൾ സ്ലൈഡ് ചെയ്ത് മാക്സിമം കളിക്കാൻ നോക്കുക. കഴിഞ്ഞ വീഡിയോ നമ്മൾ പറഞ്ഞിട്ട് നമ്മൾ പ്രോയൊന്നും അല്ലെന്ന്. കഴിഞ്ഞ വീഡിയോ നമ്മൾ കുറച്ചും കൂടി പ്രോ ആയി ഇപ്പം. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ബോംബെടുത്ത് അയ്യോ എന്നെ വെടിവെച്ചു. ആ മിസൈലുള്ളവർ നമ്മൾ തോറ്റി ഈ റൗണ്ടിലും. കണ്ടിരുന്നാൽ മതിയായിരുന്നു. തോക്കുവോ? തോറ്റില്ല. ഇത് നമ്മുടെ ആളാ. തെറ്റി നമ്മുടെ ഇവനും കൂടി ഉള്ളോ. നമ്മൾ ചത്ത്. ഇവൻ കുറച്ചും കൂടി പ്രോ ആയിട്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അവനെ ഈസി ആയിട്ട് തോപ്പിച്ചായിരുന്നു. ഈ പ്രാവശ്യം എന്തോ പറ്റിയേ. നമുക്കിനി ബോംബ് പിടിച്ചോണ്ട് ഈ സൈഡിലോട്ട് പോവാം. അതാണ് വേണ്ടത്. ഓക്കെ, ഞാൻ എറിഞ്ഞിട്ടുണ്ട് ബോംബ്. എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞാൽ കേട്ടോ ഇങ്ങനെ ബോംബ് എറിയണം എന്നിട്ടേ കളിക്കാൻ പോകുന്നത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ കിഡിലമിനിയസ് എന്ന് പറഞ്ഞ ഒരു ചാനലുണ്ട്. അത് പോയി സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ വീണ്ടും നോറ്റിട്ടുണ്ട്. പിന്നെ ആ വീഡിയോസ് കണ്ടും ചെയ്യുക കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞ കൂട്ടുകാരൻ. എൻ്റെ പണ്ടത്തെ കൂട്ടുകാരനായിരുന്നു. ഇപ്പോൾ കൂട്ടുകാരാ. ഓക്കെ, ഈ റൗണ്ടിൽ നമ്മൾ തോറ്റൂല. ഒരെണ്ണം വിടാ. ഇനി മറ്റേ മിസൈൽ ഇവന്മാർക്കൊക്കെ എവിടെ നമ്മൾ എടുക്കുന്നത്. ഞാൻ നോക്കണമല്ലോ. ഈ മാച്ച് കഴിയട്ടെ.
നമ്മൾ ജയിച്ചു. നമ്മൾ സൈഡിൽ നിൽക്കുന്നുണ്ടോ? ലെഫ്റ്റ് സൈഡിൽ കണ്ടോ? ഇനി നമുക്ക് എന്ത് ചെയ്യണ്ടെന്ന്. ഞാൻ എന്തിനാ പ്ലേ ഗെയിം കൊടുക്കുന്നത്? ഇതൊന്ന് ഗൈസ്, നമ്മളേതോ ഡോഗ്സ് എന്നും പറഞ്ഞൊരു ഡോഗല്ല, ഡോഗ്സ് അങ്ങനെ എങ്ങാണ്ടോ പറഞ്ഞൊരു ഇതിലാണ് പറഞ്ഞേക്കുന്നത്. ഇതിലെവിടെ എതിരാളിന്ന് അറിയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഭയങ്കര കഷ്ടകാലായി. വേഗം ആവടാ, ഇപ്പം അറിയണ്ട. ഇപ്പം തന്നെ ഇവൻ്റെ പുറകെ പോവാം. പോട്ടെ മേളിൽ കയറപ്പോ ഇങ്ങോട്ട് എറിഞ്ഞ അങ്ങോട്ടാണ്. കൊല്ലു, നമ്മളെ കൊല്ലാൻ പോവാ. ഓക്കെ, ഡെഡായിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെയും കുഴപ്പമില്ല. നമ്മളെപ്പോഴും ഡെഡ് ആവാം. കാരണം നമ്മൾ തോറ്റ ആറ് ഇത് എതിരോ അപ്പുറത്തെ ടീമില് ഇതെന്താ ഡിയറോ? ഡിയർ നമ്മുടെ ടീം അറിയതാ. നമ്മൾ തോറ്റുപോയി. അപ്പോൾ നമ്മൾ ഈ റൗണ്ടിൽ ആരാണോ ജയിക്കുന്ന അത്ര നേരം ഞാൻ പോസൊക്കെ വെക്കുകയാണ് കേട്ടോ. ഓക്കെ, നമ്മൾ തോറ്റോണ്ടിരിക്കുക. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ റൗണ്ടിൽ തോക്കൂന്ന്. ഓക്കെ, നമ്മൾ തോറ്റില്ല. മൂന്നാമത്തെ റൗണ്ടായി. അതിൽ അവന്മാർക്ക് 3 പോയിന്റ്, നമുക്ക് 1 പോയിന്റ് പോലും കിട്ടിയിട്ടില്ല. അപ്പോൾ അവസാനം വരെ വെയിറ്റ് ചെയ്യുക. നമ്മളാ ഇതിൽ തോറ്റു. കാരണം അവന്മാർ പണി ന്യൂബായിരുന്നു. അതുകൊണ്ട് നമ്മളും ന്യൂബാ, അതുകൊണ്ട് തോറ്റു. പക്ഷെ നമ്മൾ അവസാനം വരെ പിടിച്ചത് നമ്മൾ മാത്രം. ഓക്കെ, നമുക്ക് 1 പോയിന്റ് കിട്ടി. 1 പോയിന്റ്. അവന്മാർക്ക് 5. നമുക്ക് ഇവിടെ എന്തൊക്കെയുള്ള ഇവിടെ എങ്ങനെ വാങ്ങിക്കുന്നതെന്ന് അറിയില്ല. ഇതെങ്ങനെയാണ് വാങ്ങിക്കുന്നത്? ഇതെങ്ങനെ വാങ്ങിക്കുന്നത്? ഇതെന്തുവാ? നമുക്ക് ഇവിടെയാണോ തോക്കുകളൊക്കെ വാങ്ങിക്കുന്നത്? ഓക്കെ, നമുക്കൊന്ന് തോക്ക് വാങ്ങിച്ചു നോക്കാം. ഓക്കെ, നമ്മളെ ഒന്നും വാങ്ങിക്കുന്നില്ല. പച്ച എന്നൊക്കെ ഇടുക. അല്ല പിന്നെ ഇതെന്തുവാ? പൊന്നെ, വേറെ ഗൺ. നമ്മളൊരു മാച്ചിൽ കയറി. എങ്ങനെയാണ്? നമ്മൾ ട്രെയിനിങ്ങിന് വന്നേക്കുന്ന. ഓക്കെ, നമ്മൾ ട്രെയിൻ ചെയ്ത് ഞാൻ നമ്മൾ കുറച്ച് ലൂട്ടൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു മാച്ചിലേക്ക് വന്നിട്ടുണ്ട്. കുറച്ച് പ്രോ ആയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നേരെ മാച്ചിലോട്ട് പോകാം. നമ്മളൊരു ചെസ് എന്നും പറഞ്ഞൊരു ഗെയിമിലേക്കാണ് വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ ആരാണോ ജയിക്കുന്നത് അവര് ജയിക്കുമ്പോൾ ഞാൻ കാണിക്കാട്ടോ. സമയമില്ല. നമ്മൾ പെട്ടെന്നൊന്നും ഈ ഗെയിമിൽ ജയിച്ചിട്ടുണ്ട്. ഈ ഗെയിമിലല്ല, ഈ റൗണ്ടിൽ ജയിച്ചിട്ടുണ്ട്. എല്ലാത്തിനും അടിച്ചു സെറ്റപ്പായിരുന്നു. നമുക്ക് ഇനി ഞാൻ നേരത്തെ ഒരു കത്താന വാങ്ങിക്കാൻ വെച്ചായിരുന്നു. അത് വാങ്ങിക്കാൻ ഇപ്പം പറ്റും. നോക്കട്ടെ. നൈഫല്ല, ഇത് 43 ആയുള്ളൂ. ഓക്കെ, നമുക്ക് പ്ലേ പോവാം. നമ്മളെന്തിനാ ഇതിൻ്റെ ഉള്ളിൽ കയറുന്നത്? ലീവ് അടിക്കുന്ന സാധനം ഇവിടെ. ഇത് ഇറങ്ങിക്കോ വേഗം. നമ്മൾ 4 കയറി. 5 വേണം. അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. ആൾക്കാരെ കുറേ കിട്ടുന്ന അവിടെയാണ്. അതുകൊണ്ട് നമുക്ക് ഈ റൗണ്ടും കൂടി കഴിഞ്ഞ് ഞാൻ ഈ പാർട്ട് ഇവിടെ ചേർത്താണ്. ഇനി നമ്മുടെ ഇതിൻ്റെ വീഡിയോ കാണുക. അടുത്ത വീഡിയോ ആയിട്ട് മൈൻക്രാഫ്റ്റ് വരുന്നതായിരിക്കും. ഇത് വെയിറ്റ് ചെയ്യാൻ നമുക്ക് ആവുന്നവരെ. ഞാൻ എപ്പോഴും ചെയ്യുന്ന പോലെ ഇതെടുക്കാൻ നോക്കാം. മാക്സിമം ഇതേ പറ്റുള്ളൂ. അങ്ങനെ നമ്മളത് എടുക്കുക. ഇവിടെ പോയാലോ?
അത് ഞാൻ കുറേ ഓക്കെ ഇത് ജയിക്കുമ്പോൾ ഞാൻ നിങ്ങളെ അറിയിക്കാം കേട്ടോ. ഓക്കെ വെപ്പൺസ് എടുത്തിട്ടുണ്ട്. ജയിക്കുമ്പോൾ നമ്മൾ ഈ റൗണ്ടിൽ തോന്നുന്നു. ഇത് വേറെ റൗണ്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ടാറ്റാ.